ഓഫ് റോഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഓഫ് റോഡ് വീഡിയോസ്. കാരണം വണ്ടി ഇങ്ങനെ ഓഫ് റോഡിലൂടെ കയറിയിട്ട് പോകുന്നതും കയറി ഇറങ്ങുന്നതെല്ലാം കാണാൻ വീഡിയോയിൽ കാണാൻ ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമാണ്. പക്ഷേ അതുപോലെയല്ല ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഒരു ബൊലേറോ പിക്കപ്പിൻ്റെ മുകളിൽ നിന്ന് നിൽക്കാൻ സംഭവം ഭയങ്കര അധികം ഷെയ്ക്കാവും. എല്ലാവർക്കും പോയിട്ടുള്ളവർ എല്ലാവർക്കും അറിയാം എന്താണ് ബൊലേറോ പിക്കപ്പിൻ്റെ മുകളിലുള്ള അവസ്ഥ എന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ ഫോണും മറ്റേ കൈ എന്തായാലും പിടിക്കണമല്ലോ. അപ്പോൾ ബൊലേറോ പിക്കപ്പിൻ്റെ മുകളിൽ ഞാൻ നിന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ക്യാബിൻ്റെ മുകളിലേക്ക് കൂടി മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. കാരണം ഫ്രണ്ടിൽ ഞാൻ ഇരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ മുകളിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. അങ്ങനെ നിന്നിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിലേ കൂടി വലിയൊരു ഓഫ് റോഡല്ല, അത്യാവശ്യം പാറകൾ, പിന്നെ ഉരുളൻ കല്ലുകൾ, അതേപോലെ ചരൽ മണ്ണുകൾ, അങ്ങനെ കുറേ അധികം അങ്ങനത്തെ സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ അധികം ചുറ്റിലും അപ്പുറം ഇപ്പുറമെല്ലാം മരങ്ങളാണ്, അക്കേഷ്യ മരങ്ങളാണ് കൂടുതലും. പിന്നെ ചെറിയ കുറേ അധികം ചെടികളും മരങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുന്നത്, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അക്കേഷ്യ മരത്ത് മാത്രമാണ്. അപ്പോൾ ഇത് കുറച്ചധികം പുല്ലുകളുണ്ട്, അതെല്ലാം ഉണങ്ങിപ്പോയി. ഇപ്പോൾ എന്തായാലും വേനൽക്കാലമല്ലേ. ഇനിയിപ്പോൾ മഴക്കാലം വരുന്ന സമയത്ത് ഈ പുല്ലുകളെല്ലാം ഒന്നുകൂടെ മുളച്ചിട്ട് നല്ല കാണാൻ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ആ ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കും. എന്നാലും അടുത്ത വേനൽക്കാലം വരുമ്പോൾ സെയിം അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോഴേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വണ്ടിക്ക് ഓടിക്കാൻ അതിലെ കൂടി ഓടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ റിവേഴ്സ് എടുത്തിട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിവേഴ്സ് എടുത്തു. അവിടെ നിന്നിട്ടാണ് പിന്നെ ഒന്നുകൂടെ വണ്ടി ഓടിച്ച് താഴോട്ട് ഇറക്കിയത്. താഴോട്ട് ഇറക്കുമ്പോൾ ഇതൊരു ചെറിയൊരു ഇറക്കമാണ്. ഇറക്കമെന്ന് വെച്ചാൽ അത്യാവശ്യം ഓഫ് റോഡ് എന്ന് പറയാം. ഇതിലേ കൂടി ഒന്നും അധികം വണ്ടിയൊന്നും പോയിക്കൊണ്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിലേ കൂടി ആകെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ വണ്ടി പോകേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒരുപാട് കല്ലുകളുണ്ട്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇതിൽ ഫുള്ളായി വെള്ളം നിറയും. വെള്ളം നിറഞ്ഞെങ്കിൽ അതിന് ശേഷം നീന്തി കുളിക്കാനെല്ലാം അത്യാവശ്യം നല്ല വെള്ളമായിരിക്കും ഇതിലുണ്ടാവുന്നത്. പിന്നെ അത്യാവശ്യം ഓഫ് റോഡിലുള്ള ഒരു കാഴ്ചയാണ് ഇത്. വണ്ടി നല്ല കുറച്ചധികം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിലൂടെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റൂ. അത്യാവശ്യം എക്സ്പീരിയൻസ് എന്തായാലും വേണം. പിന്നെ ഉള്ളത് കുറേ അധികം വിറകുകളിപ്പോൾ എടുക്കണം. അപ്പോൾ വിറകുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലത്താണ് വിറകുകൾ കൂട്ടി വെച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് പോയിട്ട് വിറകുകൾ എടുത്തിട്ട് ഈ പിക്കപ്പിൽ നിറക്കണം. എന്നിട്ട് മാത്രമേ ഈ വിറകുകൾ കൊണ്ടുപോയി വീട്ടിലിറക്കാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് വിറകുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം അവസാനം കയറ്റാൻ അറിഞ്ഞിട്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അധികം ഉള്ളത് അക്കേഷ്യ മരം തന്നെ. കാരണം അക്കേഷ്യ മരം ഇങ്ങനെ ഇത്രയധികം വളരും. ഈ ഒരു ഒന്നാമത് ഫുൾ അത്ര അധികം എന്താണെന്ന് വെച്ചാൽ വളമൊന്നും ഇല്ലാത്തൊരു മണ്ണാണ്. അപ്പോൾ ആ മണ്ണിൽ അക്കേഷ്യ മാത്രമേ വളരൂ. അങ്ങനെ കുറേയധികം അക്കേഷ്യൻ്റെ ഇലകൾ ഉണങ്ങി. കാരണം എന്ന് വെച്ചാൽ മരം മുമ്പേ അധികം കൊത്തി അങ്ങനെ ഉണങ്ങിയതാണ്. പിന്നെ അക്കേഷ്യ മരത്തിൻ്റെ കുറേയധികം വിറകുകൾ കയറ്റുന്ന കാഴ്ചയാണ് ഇത്. വിറക് ഇറക്കുന്ന കാഴ്ചയാണ്. വിറക് ഇറക്കാൻ വേണ്ടിയിട്ട് വന്ന് അതിൻ്റെ ഒരു ഭാഗം അയച്ചു. അങ്ങനെയാണ് വിറകുകളും മൊത്തമായിട്ട് അയച്ചത്. പിന്നെ അത്യാവശ്യം ബാക്കിയുള്ളത് വണ്ടി കുറച്ച് മുന്നോട്ടെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വിറകുകളെല്ലാം അങ്ങോട്ട്